കോഴിക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ ആൾക്കൂട്ട കൊലപാതകത്തെക്കുറിച്ച് ഗവർണർ ഇടപെട്ട് സ്വതന്ത്ര അന്വേഷണം പ്രഖ്യാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. സിപിഎമ്മിന്റെ വിദ്യാർത്ഥി സംഘടനയായ SFI നേതാക്കൾ പ്രതിസ്ഥാനത്തുള്ളപ്പോൾ പോലീസ് സ്വതന്ത്രമായ അന്വേഷണം നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നവർ വിരളമാണ്. പോലീസിന്റെ പ്രത്യേക ദൗത്യ സംഘം അന്വേഷണം നടത്തുന്നതുകൊണ്ട് സത്യം പുറത്തു കൊണ്ടുവരാനോ യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനോ കഴിയില്ലെന്ന് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി അഭിപ്രായപ്പെട്ടു. അതുകൊണ്ട് ഗവർണർ പ്രശ്നത്തിൽ ഇടപെടണം. സത്യസന്ധവും സ്വതന്ത്രവുമായ അന്വേഷണം ഉറപ്പാക്കണമെന്ന് ക്യാമ്പയിൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു. വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ കുഴിച്ചുമൂടിയ SFI ക്യാമ്പസുകളിൽ ഇപ്പോൾ നടത്തുന്നത് വിദ്യാർത്ഥി രാഷ്ട്രീയമല്ല. മയക്കുമരുന്ന് മാഫിയ സംഘങ്ങളിൽപ്പെട്ടവർ നിസ്വരായ വിദ്യാർത്ഥികളെ മൃഗീയമായി വേട്ടയാടുന്ന കുറ്റകൃത്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ദാരുണ സംഭവങ്ങൾ ആവർത്തിക്കുകയാണ്. SFIയുടെ നേതാക്കളോ യൂണിയൻ ഭാരവാഹികളോ ആയ ഇവർ യഥാർത്ഥ കലാലയ രാഷ്ട്രീയത്തിന്റെ അന്ത്യം കുറിക്കാൻ ശ്രമിക്കുന്ന ക്രിമിനൽ സംഘമായി മാറിയിരിക്കുകയാണെന്ന് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി കുറ്റപ്പെടുത്തി. സിദ്ധാർത്ഥന്റെ ഭൗതിക ശരീരം ക്യാമ്പസിൽ കൊണ്ടുവന്ന ദിവസം VC, രജിസ്ട്രാർ തുടങ്ങിയ ഉന്നത ഉദ്യോഗസ്ഥർ പ്രൊഫസർമാരുടെ ഉദ്യോഗ കയറ്റത്തിനുള്ള ഇന്റർവ്യൂ നടത്താൻ കാട്ടിയ വ്യഗ്രത ഇവരുടെ ഉത്തരവാദിത്ത രാഹിത്യത്തിന് ഉദാഹരണമാണ്. രജിസ്ട്രാർ, ഡീൻ എന്നിവരെ അന്വേഷണം പൂർത്തിയാക്കുന്നതുവരെ തൽസ്ഥാനങ്ങളിൽ നിന്നും മാറ്റി നിർത്തണമെന്നും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാൻ RS ശശികുമാറും സെക്രട്ടറി M ഷാജർ ഖാനും ആവശ്യപ്പെട്ടു. അതേസമയം സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് 3 പേരുടെ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തി. വെറ്റിനറി കോളേജ് യൂണിയൻ പ്രസിഡന്റ് K അരുൺ, SFI യൂണിറ്റ് സെക്രട്ടറി അമൽ ഇഹ്സാൻ, യൂണിയൻ അംഗം ആസിഫ് ഖാൻ എന്നിവരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 10ആയി. ഇനി 8 പേരെയാണ് പിടികൂടാനുള്ളത്. ആത്മഹത്യാ പ്രേരണ, മർദ്ദനം, റാഗിംഗ് നിരോധ നിയമം എന്നീ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയത്. പ്രതികളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യുകയാണ്. സർവകലാശാലയിലെ റാഗിംഗ് വിരുദ്ധ സമിതിയിലെ വിദ്യാർത്ഥി പ്രതിനിധി കൂടിയാണ് അറസ്റ്റിലായ അരുൺ. പ്രതികൾക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചന ശരിവെക്കുന്ന തെളിവുകളും ശേഖരിക്കുന്നുണ്ടെന്ന് പോലീസ് അറിയിച്ചു. അതിനിടെ സിദ്ധാർത്ഥിനെതിരെ മരണശേഷം ലഭിച്ച പരാതി കെട്ടിച്ചമച്ചതാണെന്ന സംശയവും ശക്തമായിട്ടുണ്ട്. ഫെബ്രുവരി 18-നാണ് സിദ്ധാർത്ഥിനെതിരെ കോളേജിന് പരാതി കിട്ടിയത്. പെൺകുട്ടിയോട് മോശമായി പെരുമാറിയെന്നായിരുന്നു പരാതി. ഇന്റേണൽ കംപ്ലയിന്റ്സ് കമ്മിറ്റിക്ക് പരാതി കൈമാറിയത് 20-നാണ്. എന്നാൽ സിദ്ധാർത്ഥിന്റെ മരണശേഷം ലഭിച്ച ഈ പരാതി കെട്ടിച്ചമച്ചതെന്നാണ് സംശയം ഉയരുന്നത്. ഫെബ്രുവരി 14-നുണ്ടായ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ആരോപണം. ഈ സംഭവത്തിന്റെ പേരിലാണ് സിദ്ധാർത്ഥനെ ആൾക്കൂട്ട വിചാരണ നടത്തിയതും ക്രൂരമായി മർദ്ദിച്ചതും. ഇതിന് പിന്നാലെയാണ് സിദ്ധാർത്ഥനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സിദ്ധാർത്ഥിനെതിരായ പരാതി പ്രതികളായ SFIക്കാരെ രക്ഷിക്കാനാണെന്ന ആരോപണം ശക്തമായിട്ടുണ്ട്.